റഷ്യൻ പ്രസിഡന്റ് പുടിൻ ട്രംപിനെ വിളിച്ച് വിരട്ടിയെന്നും ആ വിരട്ടലിൽ വിരണ്ടിട്ട് ട്രംപ് പല നീക്കങ്ങളും മാറ്റിവെച്ചു എന്നൊരു വാർത്ത വരുന്നുണ്ടല്ലോ. അങ്ങനെ ഒരു വാർത്തയുണ്ട്. നമ്മൾ യുദ്ധം എങ്ങനെയാണ് ഇത്ര പെട്ടെന്ന് യുദ്ധം തീർന്നത്? യുദ്ധം തുടരണമെന്ന് നമുക്ക് ആർക്കും ആഗ്രഹമില്ല. പക്ഷേ യുദ്ധത്തിലൂടെ ലക്ഷ്യമിട്ടത് ഇസ്രയേലിൻ്റെ വിജയമാണ്. ഇസ്രയേലിൻ്റെ എക്കാലത്തെയും ഭീഷണിയാണ് ഇറാൻ ആണവായുധം ഉണ്ടാക്കുന്നത്. എന്നാൽ അത് പൂർണ്ണമായി തടയാൻ ഈ 12 ദിവസത്തെ യുദ്ധം കൊണ്ട് കഴിഞ്ഞു എന്നൊരു ചോദ്യം ബാക്കിയാണ്. അമേരിക്കയ്ക്ക് ഇറാൻ ആണവായുധം ഉണ്ടാക്കിയാലും ഉണ്ടാക്കിയില്ലെങ്കിലും ഒന്നുമില്ല. ഇസ്രയേലിൻ്റെ മാത്രം ആവശ്യമാണ് ഇറാൻ്റെ ആണവായുധം തകർക്കുക എന്നുള്ളത്. ഇപ്പോൾ അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി IAEA, ഇൻ്റർനാഷണൽ ആറ്റോമിക് എനർജി ഏജൻസി, അത് അമേരിക്കയ്ക്ക് ഭൂരിപക്ഷമുള്ള ഒരു ഏജൻസിയാണ്. അവരുടെ ഒരു റിപ്പോർട്ട് വന്നിട്ടുണ്ട്. അവർ പറയുന്നത് ഇറാനിൽ അമേരിക്ക നടത്തിയ ഇസ്രയേലും നടത്തിയ ആക്രമണങ്ങളെ പരിശോധിച്ചപ്പോൾ ചില നദാൻസ്, ഫോർദോ, ഇസ്ഫഹാൻ, അറാഖ് തുടങ്ങിയ ആണവ റിയാക്ടറുകളിലും കേന്ദ്രങ്ങളിലുമാണ് ആക്രമണം നടത്തിയത്. പക്ഷേ ഇസ്ഫഹാൻ എന്ന് പറയുന്ന ആണവ പരീക്ഷണ കേന്ദ്രത്തിന് കേടുപാടുകൾ കാര്യമായി പറ്റിയിട്ടില്ല. അവിടെ ആക്രമണം നടന്നിട്ടില്ല. അവിടെ 3 റിയാക്ടറുകൾ ഇപ്പോഴും സജീവമാണെന്നുള്ള വാർത്തകൾ പുറത്തു വരുന്നു. ഈ 3 റിയാക്ടർ എന്ന് പറഞ്ഞാൽ മിനിയേച്ചർ ന്യൂട്രോൺ സോഴ്സ് റിയാക്ടറുകളാണ്. അതായത് ബോംബ് ഉണ്ടാക്കാനുള്ള ഗ്രേഡിലേക്ക് യുറേനിയത്തിനെ എൻട്രി ചെയ്യുക. യുറേനിയം 90% വരെ സമ്പുഷ്ടീകരിച്ചെടുക്കുമ്പോഴാണ് ബോംബിലേക്ക് മാറ്റാൻ പറ്റുക. ഇറാൻ ഏതാനും വർഷങ്ങളായി 60% വരെ യുറേനിയം സമ്പുഷ്ടീകരിച്ചിരിക്കുന്നു. അങ്ങനെ സമ്പുഷ്ടീകരിച്ച് ബോംബുകൾ ഉണ്ടാക്കാൻ പാകത്തിനുള്ള യുറേനിയം 900 ഗ്രാം 900 ഗ്രാംസ് ഇസ്ഫഹാൻ റിയാക്ടറിൽ ഉണ്ടായിരുന്നു. അത് ഇപ്പോഴും അവിടെ തന്നെ ഉണ്ട് എന്നാണ് ഇറാൻ പറയുന്നതും അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി പറയാതെ പറയുന്നു. കാരണം ഇസ്ഫഹാനിലെ 3 റിയാക്ടറുകൾക്ക് ഒരു കേടുപാടും പറ്റിയിട്ടില്ല, അങ്ങോട്ട് ആക്രമണം നടന്നിട്ടില്ല. അപ്പോൾ 900 ഗ്രാം സമ്പുഷ്ടീകരിച്ച ഏതാണ്ട് 90-നടുത്ത് 60-ന് മുകളിൽ സമ്പുഷ്ടീകരിച്ച യുറേനിയം എവിടെയുണ്ട്? ഇസ്ഫഹാനിലുണ്ട്. അതുകൊണ്ട് ബോംബുണ്ടാക്കാൻ പറ്റും. അതിപ്പോഴും അവിടെയുണ്ട്. 3 റിയാക്ടറുകളും വർക്കിംഗ് ആണ്. എന്തുകൊണ്ടാണ് അമേരിക്ക ആക്രമിച്ചപ്പോൾ ഇസ്ഫഹാന് നേരെ ആക്രമണം നടത്താതിരുന്നത്? ഫോർദോ തകർത്തു, നദാൻസ് തകർത്തു എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷേ ഇസ്ഫഹാൻ വീണ്ടും ബാക്കി നിൽക്കുന്നു. എന്തുകൊണ്ട് എന്നുള്ള ചോദ്യം ഞാൻ രണ്ടാമത്തെ തന്നെ പറയുന്നത് വളരെ പ്രസക്തമാണ്. ഇത് 991 ചൈനയുടെ സഹായത്തോടു കൂടി നിർമ്മിച്ച ഒരു റിയാക്ടർ എന്നാണ് പറയുന്നത്. ചൈന കൊടുത്തതോ സഹായിച്ചതോ ഒക്കെ ആയിട്ടുള്ള ഒരു റിയാക്ടർ. അങ്ങനെ ചൈന കൊടുത്ത ഒരു റിയാക്ടറാണെങ്കിൽ ചൈനയ്ക്ക് അതിനകത്തൊരു സേ ഉണ്ടല്ലേ? അത് തീർച്ചയായും. കാരണം എൻ്റെ സ്ഥലത്ത് പ്രിയൻ ഒരു റിയാക്ടർ കൊണ്ടുവെക്കുന്നു. എനിക്ക് എന്നെ സഹായിക്കാൻ വേണ്ടി പ്രിയൻ പറയുന്ന ചില വ്യവസ്ഥകൾ അംഗീകരിച്ച് ഇവിടെ വെച്ച്, പ്രിയനാണ് ചൈനയെങ്കിൽ എൻ്റെ സ്ഥലത്ത് വെച്ചിരിക്കുകയാണ്. അതിന് ചില സേ ഉണ്ട്. ചൈനയെപ്പോലും ആണവ കാര്യങ്ങളിൽ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് റഷ്യയാണ്. അപ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ വരുന്ന വാർത്തകളനുസരിച്ച് ഇസ്ഫഹാൻ റിയാക്ടറിൽ ഏതാണ്ട് 190ഓളം റഷ്യക്കാർ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. റഷ്യൻ ശാസ്ത്രജ്ഞന്മാരുണ്ടായിരുന്നു. റഷ്യയുടെയും റഷ്യൻ സയൻറ്റിസ്റ്റുകളുടെയും ആണവ ശാസ്ത്രജ്ഞന്മാരുടെയും സഹായത്തോടെയാണ് ഇറാൻ ഇസ്ഫഹാനിൽ ഈ പറയുന്നത് പോലെ ബോംബ് ഗ്രേഡ് യുറേനിയം 2 പൗണ്ട് വരെ അവിടെ നിർമ്മിച്ച് വെച്ചിരുന്നത് റഷ്യയുടെ സഹായത്തോടെയാണ്. ചൈന നിർമ്മിച്ചു കൊടുത്ത റിയാക്ടറുമാണ്. ഇവർ രണ്ടുപേരും അമേരിക്കയുമായി പരമ്പരാഗത വൈരികളുമാണ്. അപ്പോൾ ഇസ്ഫഹാൻ ആക്രമണം നടന്നു എന്നിരിക്കട്ടെ, സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? റഷ്യക്കാർ കൊല്ലപ്പെടുന്ന സ്ഥിതി ഉണ്ടാവും. ഇത് വളരെ കൃത്യമായി ട്രംപ് അല്ലെങ്കിൽ അമേരിക്കൻ ഭരണകൂടം റഷ്യയെ അറിയിച്ചിരുന്നു. കാരണം ട്രംപിന് പുടിനോട് വലിയ അടുപ്പമുണ്ട്. ട്രംപ് എപ്പോഴും പുടിന് വേണ്ടി സംസാരിക്കുന്നതാണ്. ഇപ്പോൾ G8 കാനഡയിൽ G7 ഉച്ചകോടി നടന്നപ്പോഴോ ട്രംപിൻ്റെ പ്രസംഗം കേട്ടില്ല. ട്രംപ് പറഞ്ഞാൽ നമ്മൾ ഇത് നേരത്തെ G7 ആയിരുന്നില്ല, G8 ആയിരുന്നു. അന്നിട്ട് പുടിനുണ്ടായിരുന്നു. നിങ്ങൾ പുടിനെ അങ്ങ് പുറത്താക്കി, നിങ്ങളെല്ലാവരും കൂടെ. പുടിന് എന്തൊരു വിഷമമായി പോയെന്നറിയോ? നിങ്ങളോട് ആരോടും പുടിൻ മിണ്ടുന്നില്ല, ഇപ്പോൾ എന്നോട് മാത്രമേ മിണ്ടുന്നുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ പുടിനെ തിരിച്ചു കൊണ്ടുവരണം എന്നൊക്കെ പറഞ്ഞ് പുടിനെ ഇങ്ങനെ സോപ്പിട്ട് പതപ്പിച്ച് നിൽക്കുന്ന ഒരാളാണ് ട്രംപ്. പുടിനെ ഇതൊന്നും മൈൻഡ് ചെയ്ത് കേട്ടിട്ടുണ്ട് ഇന്നസെൻ്റ് പറഞ്ഞത് കേട്ടിട്ടുണ്ടെന്ന് പറഞ്ഞ് നിൽക്കുകയാണ്. എന്താണ് ജനുവരി 20 അധികാരത്തിൽ വരുമ്പോൾ ട്രംപ് പറഞ്ഞ, ഞാൻ അധികാരത്തിൽ വന്നാൽ ഒറ്റ മണിക്കൂർ കൊണ്ട്
ഒറ്റ മണിക്കൂർ കൊണ്ട് ഉക്രൈൻ റഷ്യൻ യുദ്ധം നിർത്തുമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ട്രംപ് ജനുവരി 20 വന്നിട്ട് ഇപ്പോൾ ജൂൺ 20 കഴിഞ്ഞു, ഒന്നും നടന്നില്ല. കൂട്ടാടി നടന്നുകൊണ്ടിരിക്കുക. പുട്ടിനെ ഇങ്ങനെ പ്രീതിപ്പെടുത്താൻ ട്രംപ് നിരന്തരം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പുട്ടിനെ പേടിയാണോ ട്രംപിന്? ആയിരിക്കാം. കാരണം ആലോചിക്കണം, നമ്മൾ മുമ്പ് കേട്ടിട്ടുള്ള ആക്ഷേപങ്ങളില്ലേ, കമല ഹാരിസിൻ്റെയൊക്കെ ക്യാമ്പ് പറഞ്ഞിരുന്നു അമേരിക്കൻ പ്രസിഡന്റ് തിരഞ്ഞെടുപ്പിൽ റഷ്യ ഇടപെടുന്നു, റഷ്യക്ക് താല്പര്യമുണ്ട്, ട്രംപിൻ്റെ പിന്നിൽ പുട്ടിനാണ് എന്ന് പറയുമ്പോൾ ട്രംപിനെ ജയിപ്പിക്കാൻ വേണ്ടി പുട്ടിൻ ശ്രമിക്കുന്നു പറഞ്ഞാൽ ഹൂ ഇസ് ദ മാസ്റ്റർ? ആരാണ് യജമാനൻ? പുട്ടിനാണ് അല്ലേ? ട്രംപ് അല്ല. ട്രംപിനെ ജയിപ്പിക്കാൻ വേണ്ടി പുട്ടിൻ ശ്രമിക്കുന്നുവെന്ന് US പ്രതിപക്ഷം പറയുന്നു. തെളിവുകൾ അവർ പുറത്തു കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ ആരാണ് മാസ്റ്റർ എന്ന് ചോദിച്ചാൽ അത് പുട്ടിനാണ്. അപ്പോൾ പുട്ടിനോട് വിളിച്ചിട്ട് പുട്ടിൻ്റെ അടുത്ത് റഷ്യയുടെ അടുത്ത് അമേരിക്ക പറഞ്ഞിരുന്നു അത്രേ ഇട്ട് പറയാം, നമുക്ക് സോഴ്സ് അത്രയൊക്കെ ഉള്ളൂ. ഇത് അന്താരാഷ്ട്ര മാധ്യമങ്ങളിൽ ഡിഫൻസ് സൈറ്റുകളിൽ വരുന്ന തിയറിയാണ്, നമ്മളാരും നേരിട്ട് കണ്ടതല്ല. പിന്നെ വലിയ പണ്ഡിതന്മാർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് താഴെ കമൻ്റ് ഇടുന്ന വിദ്വാൻമാരോട് പറയുകയാണ് നമ്മൾ പണ്ഡിതന്മാരൊന്നുമല്ല, നമ്മൾ അത്യാവശ്യം ഇംഗ്ലീഷ് വായിക്കാൻ അറിയാം, നമ്മൾ വിദേശ മാധ്യമങ്ങളൊക്കെ നോക്കുന്നത്. അവിടെ കാണുന്ന ഒരു നറേഷനാണ്. അതായത് അമേരിക്ക ആവശ്യപ്പെട്ടു ഇസ്ഫഹാൻ റിയാക്ടറിൽ പ്രവർത്തിക്കുന്ന റഷ്യക്കാരെ പിൻവലിക്കണമെന്ന്. പുട്ടിൻ പറഞ്ഞു പറ്റത്തില്ല എന്ന് പറഞ്ഞു. അപ്പോൾ എന്ത് പറ്റും? ഇസ്ഫഹാൻ ആക്രമിച്ചാൽ റഷ്യയും ചൈനയും ഇടപെടുന്ന സ്ഥിതി ഉണ്ടാകും. ചൈന ഇടപെട്ടില്ലെങ്കിൽ, ചൈന ഇടപെടുമെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ചൈന ലോകത്തൊരിടത്തും പോയി ഇടപെട്ടിട്ടില്ല. ആകെ വന്ന് കാൽവരി വന്ന് നമ്മുടെ പട്ടാളക്കാരുടെ ഇടപെടാൻ വന്ന് അടിച്ച് നമ്മൾ റൊട്ടിയാക്കി കൈ കൊടുത്തു. ഒരു ചൈന ഈ മസിലൊക്കെ പെരുക്കി ഈ ഡ്യൂപ്ലിക്കേറ്റ് സാധനം ഉണ്ടാക്കി ലോകത്തുള്ള ആളുകളെ മുഴുവൻ പറ്റിക്കുന്നൊരു രാജ്യമാണ് ചൈന. പക്ഷേ റഷ്യ അങ്ങനെയല്ലല്ലോ. റഷ്യ ഇടപെടും, അടിക്കേണ്ടടുത്ത് അടിക്കും, ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. 71 യുദ്ധകാലത്ത് 7th ഫ്ലീറ്റ് ഇങ്ങോട്ട് വന്നപ്പോൾ 11ാം ഫ്ലീറ്റിനെ ഇങ്ങോട്ട് വിട്ട് ഇന്ത്യക്ക് അനുകൂലമായ നിലപാട് റഷ്യ പഴയ സോവിയറ്റ് യൂണിയൻ എടുത്തിട്ടുണ്ട്. ആ പാരമ്പര്യത്തിലാണ് നിൽക്കുന്നത്. ട്രംപിനെ പോലെ വാവളപ്പനായിട്ടൊന്നും നടക്കുന്നില്ല. ട്രംപ് ഇങ്ങനെ നാഴികയ്ക്ക് 40 വട്ടം തോന്നുന്നു പറയും. പുട്ടിൻ എന്തെങ്കിലും ഒരു വാക്ക്, വീൺ വാക്ക് പറയുന്ന ട്രംപ് കേട്ടിട്ടുണ്ടോ? വളരെ കുറച്ച് സംസാരിക്കും. സംസാരത്തിൽ താല്പര്യമില്ല, പ്രവൃത്തിയിലാണ് താല്പര്യം. അങ്ങനെ അമേരിക്ക ആവശ്യപ്പെട്ടു ഇവരെ സയൻറ്റിസ്റ്റുകളെ 190 പേരെ പിൻവലിക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞു. ആ റിയാക്ടറിൽ ഇസ്ഫഹാനിൽ കയറി അടിക്കാൻ ട്രംപിന് ധൈര്യമുണ്ടായിരുന്നില്ല. ആ 3 റിയാക്ടറുകൾ ഇപ്പോഴും ആക്റ്റീവാണ്, അതവിടെ പ്രവർത്തിക്കുന്നു. ഇസ്ഫഹാനിൽ ഇപ്പോഴും 900 ഗ്രാംസ്, അതായത് 2 പൗണ്ട് വരെ സമ്പുഷ്ടീകരിച്ച ബോംബ് ഗ്രേഡ് അല്ലെങ്കിൽ വെപ്പൺ ഗ്രേഡ് യുറേനിയം ഉണ്ടെന്നാണ് അന്താരാഷ്ട്ര ആണവോർജ ഏജൻസി എന്ന് പറയുന്ന അമേരിക്കയുടെ വലിയ പങ്കാളിത്തമുള്ള ഏജൻസി, ഐക്യരാഷ്ട്ര ഏജൻസി പറയുന്നത്. ഇപ്പോൾ ഫോർദോയുടെ കാര്യത്തിൽ ശരിയാണ്. ഫോർദോ കാര്യമായ നാശം ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ കൂടെ അമേരിക്ക അടിച്ചതിൻ്റെ പുറകെ പോയി ഇസ്രായേൽ ഇന്നലെ ഒരു ആക്രമണം നടത്തി. അവിടെ ഏതാണ്ട് 40,000 കിലോഗ്രാമുകളോളം 60% വരെ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ടായിരുന്നു ഫോർദോയിൽ. അതിൽ 9 ആണവ ബോംബുകൾ വരെ ഉണ്ടാക്കാമായിരുന്നു എന്നൊക്കെ പറയപ്പെടുന്നു. ഇതൊക്കെ അമേരിക്ക പറയുന്ന കഥകളാണ്. കാരണം നമ്മൾ ഓർക്കുന്നില്ലേ, ഈ എന്താണ് ഈ അമേരിക്കൻ പാർലമെൻറ്റിൽ ഒരു പാർലമെൻറ്ററിയൻ അമേരിക്കൻ പ്രസിഡന്റ് വന്ന് പ്രസംഗിച്ച് എന്താണ്, ഒരു കുപ്പിയായിട്ട് വന്നിട്ട് പറഞ്ഞു ഇതിനകത്ത് ആന്ത്രാക്സ് രോഗം ലോകം മുഴുവൻ പരത്തി ആളുകളെ കൊന്ന് വിജയം നേടാൻ ശ്രമിക്കുകയാണ് സദ്ദാം ഹുസൈൻ, രാസായുധം ജൈവായുധം ഒക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് ലോകത്ത് മുഴുവൻ ഒരു നറേറ്റീവ് ഉണ്ടെങ്കിൽ ലോകത്തെ മുഴുവൻ നശിപ്പിക്കാനുള്ള ജൈവാണുക്കളെയും രാസായുധങ്ങളും കരുതി വെച്ചിരിക്കുന്ന ഏറ്റവും വലിയ ദുഷ്ടനാണ് സദ്ദാം ഹുസൈൻ. സദ്ദാം ഹുസൈൻ ദുഷ്ടനല്ലെന്ന് ഞാൻ പറയുന്നില്ല, എന്നാലും ഇന്ത്യയുടെ സുഹൃത്തായിരുന്നു സദ്ദാം ഹുസൈൻ എന്നുള്ളൊരു നാറേറ്റീവ് ഈ സോഷ്യൽ മീഡിയ ഒക്കെ ഉണ്ടാക്കുന്നതിന് മുമ്പ് മാധ്യമങ്ങളിലൂടെ ഉണ്ടാക്കി. നമ്മുടെ കേരളത്തിലെ പത്രങ്ങളൊക്കെ അത് പാടി നടന്നിട്ടുണ്ട്. സദ്ദാം ഹുസൈൻ്റെ നിലവറയിൽ ആന്ത്രാക്സ്, മാരക രോഗങ്ങൾ, വസൂരി, അത് ഇതൊക്കെയുണ്ട്. ലോകത്തിലെ ഒരു ശത്രു രാജ്യത്തിൻ്റെ മുകളിലോട്ട് കൊണ്ടുവന്നിട്ട് കുറേ രോഗാണുക്കളെ കിട്ടുകഴിഞ്ഞാൽ അവിടെ മുഴുവൻ നശിക്കും. അങ്ങനെ വന്ന് ഒരു നറേറ്റീവ് ഉണ്ടാക്കിയിട്ട് സദ്ദാം ഹുസൈനെ പിടിച്ചു. അവിടെ ഒരു ചുക്കും ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നത് പോലെ ഫോർദോയിൽ 400 കിലോഗ്രാം യുറേനിയം 60% വരെ എൻട്രി ചെയ്ത് ഉണ്ടായിരുന്നു. 9 ബോംബുകൾ വരെ ഉണ്ടാക്കാമായിരുന്നു എന്ന് പറയുന്നത് അമേരിക്കയാണ്. പക്ഷേ ഇസ്രായേലും പറയുന്നുണ്ട്. അതുകൊണ്ട് ഇസ്രായേൽ പറയുന്നതുകൊണ്ട് നമുക്ക് വിശ്വസിക്കാം. കാരണം എന്നറിയാം, അവരുടെ നിലനിൽപ്പിൻ്റെ പ്രശ്നമാണ്. അതുകൊണ്ട് അവർ കൃത്യമായും അത് അന്വേഷിച്ചിട്ടുണ്ടാവാം. അതുകൊണ്ട് വേണം വിശ്വസിക്കാം. പക്ഷേ അത് തകർത്ത് തരിപ്പണമാക്കി. അവിടെ ഈ 19,000 സെൻട്രിഫ്യൂജുകൾ ഉണ്ടായിരുന്നു. ഈ സെൻട്രിഫ്യൂജ് എന്ന് പറഞ്ഞാൽ ഈ വളരെ ലളിതമായി പറഞ്ഞ് എന്താണ് ഈ സെൻട്രിഫ്യൂജ് എന്നൊക്കെ നമ്മുടെ ആളുകൾ ചോദിക്കും. സിമ്പിളായിട്ട് പറഞ്ഞാൽ അതിങ്ങനെ ഒരു കറങ്ങുന്ന യന്ത്രം എന്ന് പറയാം. ഇങ്ങനെ കറങ്ങുന്ന
വസ്തുക്കളെ സാന്ദ്രത അനുസരിച്ച് വേർതിരിച്ചെടുക്കുന്ന ഒരു യന്ത്രമാണ് സെൻട്രിഫ്യൂജ്. അപ്പോൾ ഈ സെൻട്രിഫ്യൂഗൽ ഫോഴ്സ് അതാണ് ഒരു ശക്തി. അപ്പോൾ അതിനകത്ത് ഈ ന്യൂക്ലിയർ റിയാക്ടറുകളിൽ യുറേനിയം ഐസോട്ടോപ്പുകളെ വേർതിരിച്ചെടുക്കുക. യുറേനിയം എക്സാഫ്ലൂറൈഡ് എന്ന് പറഞ്ഞ വാതകത്തെ സെൻട്രിഫ്യൂജിലൂടെ കടത്തി വിടുമ്പോഴത്തേക്ക് അവിടെ യുറേനിയം 232, യുറേനിയം 235 തുടങ്ങി ഐസോട്ടോപ്പുകൾ ഉണ്ടായി വരും. അതിൽ യുറേനിയം 235 ആയുധ നിർമ്മാണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത്. അതിന് വേണ്ട 19,000-ഓളം സെൻട്രിഫ്യൂജുകളാണ് ഇസ്ഫഹാനിൽ ഉണ്ടായിരുന്നത്. അത് ഏകദേശമൊക്കെ നശിപ്പിക്കാൻ പറ്റിയിട്ടുണ്ടെന്ന് പറയുന്നു. അങ്ങനെ വരുമ്പോഴത്തേക്ക് അത്രയും സെൻട്രിഫ്യൂജുകൾ നശിപ്പിക്കപ്പെട്ടിട്ടുണ്ട് എങ്കിൽ കുറേ വർഷം എടുക്കും വീണ്ടും ഇറാന് ആയുധ നിർമ്മാണത്തിലേക്ക് 5-10 വർഷത്തിലേക്ക് പുറകോട്ട് പോകും. പക്ഷേ അപ്പോഴും ഒരു പ്രശ്നമുണ്ട്. നിങ്ങൾക്ക് നശിപ്പിക്കാൻ പറ്റുന്നത്, ട്രംപിന് നശിപ്പിക്കാൻ പറ്റുന്നത് എന്താണ്? സെൻട്രിഫ്യൂജുകളാണ്, അവിടെ ഉണ്ടായിരുന്ന യുറേനിയമാണ്. പക്ഷേ ഇതെങ്ങനെ ഉണ്ടാക്കാമെന്നുള്ള വിജ്ഞാനം, അറിവ് അവിടെ ബാക്കിയുണ്ട്. ആ അറിവ് അവർ ഉപയോഗിക്കും. ആ അറിവ് അവർ ഉപയോഗിച്ച് നാളെയും അവർ വീണ്ടും നാളെ തൊട്ട് പണി തുടങ്ങും, വീണ്ടും ഇതുണ്ടാക്കിയെടുക്കാൻ. അപ്പോഴും ഈ യുദ്ധം ഉണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ വേണ്ടത് ലോകത്തൊരിടത്തും ആയുധം കൊണ്ട് ഭീഷണിപ്പെടുത്തി യുറേനിയം സമ്പുഷ്ടീകരിച്ച് ആണവശേഷി സമാഹരിക്കുന്നൊരു രാജ്യത്തെ തടയാൻ പറ്റില്ല. പറ്റുന്നത് സമവായത്തിലൂടെ, ചർച്ചകളിലൂടെയാണ്. അവരുടെ നയമാറ്റമാണ്. നയമാറ്റം ഖമനയുടെ വാഴ്ച നടക്കുന്ന കാലത്തോളം ആ നയമാറ്റം ഉണ്ടാവത്തില്ല. ഇസ്രയേലിന് ശാശ്വതമായി സമാധാനം വേണമെങ്കിൽ, ഒരാണവ യുദ്ധം ഒഴിവാകണമെങ്കിൽ, അല്ലെങ്കിൽ ഇറാൻ ആണവ ശേഷി സമാഹരിക്കുന്നു തടയണമെങ്കിൽ അവരുടെ നയം മാറണമെങ്കിൽ ഖമനയും മാറണം, നേതൃത്വം മാറാൻ ഒന്നും ചെയ്യാതെ ട്രംപ് പാതിരായ്ക്ക് കവള തടി കിട്ടിയതിന് ശേഷം ഞാൻ യുദ്ധം നിർത്തി കേട്ടോ, ഇറാനും ഇസ്രയേലും ഒപ്പുവെച്ചോ, ഇനി വെടിനിർത്തലില്ല എന്നു പറഞ്ഞാൽ ഇറാൻ അവരുടെ ആണവ ശേഷി ആർജിക്കാനുള്ള പ്രവർത്തനം, അവരുടെ വിജ്ഞാനം ഉപയോഗപ്പെടുത്തില്ല എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ യഥാർത്ഥത്തിൽ ജയിച്ചിരിക്കുന്ന ആരാന്നറിയുക? യഥാർത്ഥത്തിൽ ജയിച്ചിരിക്കുന്ന ഇറാനും തോറ്റത് ഇസ്രയേലുമാണ്. ഇസ്രയേലിൻ്റെ അദമ്യമായ ആഗ്രഹം എന്താണ്? ഇറാൻ ഒരിക്കലും ആണവശേഷി കൈവരിക്കാൻ കഴിയാത്ത തരത്തിലേക്ക് രാഷ്ട്രീയമായും സൈനികമായും മാറണം. ഇറാനെ അങ്ങനെ മാറ്റാൻ കഴിയില്ല. കാരണം ഖമനയി വീണ്ടും തുടരുകയാണ്. എന്ന് പറഞ്ഞാൽ അവർ വീണ്ടും ഇതേ ചിന്തകളും ഇതേ അറിവ് ഉപയോഗിച്ച് വീണ്ടും ഉണ്ടാക്കാൻ ശ്രമിക്കും. മാത്രമല്ല അതിന് അവരുടെ അഭിവാഞ്ചയ്ക്കൊപ്പം ഇസ്ഫഹാൻ അവിടെ ബാക്കിയുണ്ട്. അവിടെ 900 ഗ്രാം 2 പൗണ്ട് യുറേനിയം ബാക്കിയുണ്ട്. അത് ബോംബ് ഗ്രേഡിലേക്ക് മാറ്റാൻ കഴിവുള്ള 190 റഷ്യൻ ശാസ്ത്രജ്ഞന്മാരുമുണ്ട്. ഇസ്ഫഹാൻ എന്ന് പറയുന്നത് ചൈനയുടെ റിയാക്ടറുമാണ്. അപ്പോൾ നമുക്ക് ട്രംപ് തോറ്റുപോയ യുദ്ധമാണ് ഇറാനിൽ നടത്തിയതെന്ന് പറയേണ്ടി വരും. ഇസ്രായേലിനെ ട്രംപ് ചതിച്ചു എന്നാണ് എൻ്റെ ഒരു വിലയിരുത്തൽ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.